രാജ്യത്തിന്റെ കെട്ടുറപ്പിന് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരാളും വേർതിരിവ് നേരിടാനും ആക്രമിക്കപ്പെടാനും പാടില്ലെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടന. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭ നിരന്തരമായ ചർച്ചകളിലൂടെയും അഭിപ്രായ സ്വരൂപണത്തിലൂടെയും കുറ്റമറ്റ വിധത്തിൽ തയ്യാറാക്കി അംഗീകരിച്ച് രാഷ്ട്രത്തിന് സമർപ്പിച്ച പവിത്രമായ ഭരണഘടനയാണ് നമ്മുടേത്. ലോകത്ത് ലഭ്യമായ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവുമായ ഭരണഘടന നമ്മുടേതാണ്. അതിന്റെ ആമുഖത്തിലുണ്ട് ഈ രാജ്യം എങ്ങനെയായിരിക്കണം എന്ന ദീർഘവീക്ഷണം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യ എന്ന ബഹുസ്വരതയെയാണ് ഭരണഘടനാ ശില്പികൾ അഭിമുഖീകരിച്ചത്. ജനങ്ങൾക്ക് തങ്ങൾക്കിഷ്ടമുള്ള മതവിശ്വാസങ്ങളിൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്തിന് പ്രത്യേകമായ ഒരു മതമില്ല എന്ന് പറയാനും അവർ ആർജവം കാട്ടി. ആറ്റിക്കുറുക്കി ഊതിക്കാച്ചി സംവിധാനം ചെയ്തെടുത്ത നമ്മുടെ പവിത്രമായ ഭരണഘടനയെ അംഗീകരിക്കാനും ആദരിക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും ഭരണഘടനാ മൂല്യങ്ങളുടെ കാവലാളാകാനും ഓരോ ഭാരതീയർക്കും ചുമതലയുണ്ട്. നമ്മുടെ അനിവാര്യമായ ഉത്തരവാദിത്തമാണത്. ഇന്ത്യൻ യൂണിയനെ ഒരുമിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം സുശക്തമായ ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ തുല്യത ഉറപ്പാക്കിയാലേ ക്ഷേമരാഷ്ട്ര സങ്കല്പം മൂർത്തമാവുകയുള്ളൂ. നിലവിൽ ഫെഡറൽ ബന്ധങ്ങളിലെ മാറ്റങ്ങൾ കൂടുതൽ വ്യവസ്ഥാപിതമാണ്. രാഷ്ട്രീയ കേന്ദ്രീകരണത്തോടൊപ്പം സാമ്പത്തിക ശക്തി കേന്ദ്രീകരിക്കാനുള്ള പ്രവണതയും വർദ്ധിച്ചു വരികയാണ്. വിഭവ വിനിയോഗത്തിലും ജനക്ഷേമകരമായ ഇടപെടലുകളിലും കേന്ദ്രീകരണം വർദ്ധിച്ചു വരികയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയവ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരുകൾക്ക് നിയന്ത്രണമുള്ള മേഖലകൾ ഭരണഘടനാപരമായി തന്നെ ആ നിലയിൽ നിലനിർത്തേണ്ടതുണ്ട്. സുശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ രാജ്യത്തിന്റെ സർവോന്മുഖമായ വികസനത്തിനും വളർച്ചയ്ക്കും സഹായമാവുകയും ചെയ്യും. കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന കേരളം അതാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഈ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കണം. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടെറിഞ്ഞ ഋഷിയും കവിയുമായ രവീന്ദ്രനാഥ് ടാഗോർ പാടിയതുപോലെ, എവിടെ മനസ്സ് നിർമ്മലവും ശിരസ് ഉന്നതവുമാണോ, എവിടെ അറിവ് സ്വതന്ത്രമാണോ, എവിടെ ഇടുങ്ങിയ ഭിത്തികളിൽ ലോകം കൊച്ചു കഷ്ണങ്ങളാക്കി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ സത്യത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നും വാക്കുകൾ ഉദ്ഗമിക്കുന്നുവോ, എവിടെ അക്ഷീണമായ പൂർണ്ണതയുടെ നേർക്ക് അതിന്റെ കൈകൾ നീട്ടുന്നുവോ, എവിടെ യുക്തിയുടെ സ്വച്ഛന്ത പ്രവാഹം നിർജീവാചാരങ്ങളുടെ മരുഭൂവിലൊഴുക്കി വഴിമുട്ടാതിരിക്കുന്നുവോ, എവിടെ ചിരവികസിതമായ ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യം ഉണരണമേ എന്ന മഹത്തായ ആഗ്രഹമാണ് 76ാമത് റിപ്പബ്ലിക്കിന്റെ ഈ പുലരിയിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും മറ്റ് പലതരത്തിലുള്ള വിഭജനങ്ങളുടെയും വിഷവിത്തുകൾ നമ്മുടെ മണ്ണിൽ വീണ് മുളപൊട്ടി വളർന്ന് പന്തലിക്കാൻ ഒരു കാരണവശാലും നാം അനുവദിച്ചുകൂടാ. ജൂലൈ 30-ന് വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടൽ അവിടെ വിതച്ച ഭീകരത ചെറുതായിരുന്നില്ല. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും മട്ടാമലയും മാറാമലയുമെല്ലാം ഉൾപ്പെടുന്ന ചൂരൽമലയിലെ മനുഷ്യരെ, അവരുടെ മണ്ണിനെ, വീടിനെ, സ്വപ്നങ്ങളെ പോലും ഉരുളെടുത്തു. കേരളം സമീപഭൂതകാലത്തൊന്നും കാണാത്ത ഭീകരമായ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ആ ദുരന്ത ഭൂമിയിലും പേടിച്ചു നിൽക്കുകയല്ല നാം ചെയ്തത്. പട്ടാളവും പോലീസും ഫയർഫോഴ്സും മുതൽ സാധാരണ മനുഷ്യർ വരെ കൈകോർത്ത് ഒരു മനസ്സായി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ദുരന്തമുഖത്ത് ഒരു പുതിയ മോഡൽ ലോകത്തിന് സമ്മാനിച്ചു. മനുഷ്യസ്നേഹികളുടെ സമാനതകളില്ലാത്ത കൂട്ടായ്മ വലിയ ദുരന്തത്തിന്റെ നടുവിലും പരമാവധി നഷ്ടങ്ങളെ കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നടത്തുന്ന ഏറ്റവും വലിയ ദൗത്യം ആ ഗ്രാമത്തിന്റെ പുനർനിർമ്മാണമാണ്. ഇതിനായി മേപ്പാടി പഞ്ചായത്തിലെ കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റും ഏറ്റെടുത്ത് ദുരന്തബാധിതർക്കായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് നാം നേതൃത്വം നൽകി വരികയാണ്. ദുരന്തം നടന്ന 61 ദിവസത്തിനകം തന്നെ ഭൂമി ഏറ്റെടുക്കാൻ പാകത്തിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ ചില വ്യവഹാരങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ടൗൺഷിപ്പിന്റെ രൂപരേഖ തയ്യാറാക്കി നാം നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. കേവലം വീടുകൾ മാത്രമല്ല, ആശുപത്രി, സ്കൂൾ, അംഗനവാടി, കളിക്കളങ്ങൾ, മാർക്കറ്റ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. കേവലം താമസ കേന്ദ്രങ്ങൾ മാത്രമല്ല, നഷ്ടപ്പെട്ട തൊഴിലും ജീവിതോപാധികളുമടക്കം സമഗ്രമായ പുനരധിവാസമാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. 2025-ൽ തന്നെ ഈ പുനർനിർമ്മാണ പ്രവർത്തനം നാം പൂർത്തിയാക്കും. ഈ പ്രവർത്തനത്തിൽ നാം ഒറ്റയ്ക്കല്ല, ലോകം മുഴുവൻ നമ്മളോടൊപ്പമുണ്ട്. ഈ ധൈര്യത്തോടെയും ഇച്ഛാശക്തിയോടെയും കേരളം പറയുന്നുണ്ട്, അവസാന ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല ലോകമലയാളം.
നമ്മുടെ പുതുതലമുറ വിവിധ തരം ലഹരി വസ്തുക്കളുടെ പിടിയിലമർന്നിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഏറെ സംഭ്രമജനകമാണ്. ലഹരി നിറയ്ക്കുന്ന അക്രമാസക്തതയും അരാജകത്വവും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അവിശ്വസനീയമായ വാർത്തകളായി നമുക്കിടയിൽ നിറയുകയാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ലഹരിമുക്ത ഇന്ത്യക്കായി നമുക്ക് കൈകോർക്കാം. അടുത്തത് മാലിന്യത്തിനെതിരായ യുദ്ധമാണ്. ഇന്ത്യയുടെ മുന്നിൽ നാം കേരളം എല്ലാത്തിലും ഒന്നാമതാണ്. കേരളം നടക്കുന്നു, ഇന്ത്യ പുറകെ നടക്കുന്നു എന്ന ഒരു പ്രയോഗം തന്നെയുണ്ട്. ഇപ്പോൾ അതും കഴിഞ്ഞ് നാം ലോകത്തോടൊപ്പം നടക്കുകയാണ്. എല്ലാത്തിലും ഒന്നാമതായി നാം പക്ഷേ അപമാനിക്കപ്പെടുന്നതും പുറകോട്ട് പോകുന്നതും മാലിന്യത്തിന്റെ പേരിലാണ്. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ആരംഭിച്ച് ലോക മാലിന്യ വിരുദ്ധ ദിനമായ മാർച്ച് 31 പൂർത്തീകരിക്കും വിധം നാം ഒരു ജനകീയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. മാലിന്യത്തിന് എതിരായ യുദ്ധത്തിൽ നമ്മുടെ സൈന്യമാണ് ഹരിത കർമ്മസേന. പക്ഷേ ഈ മാലിന്യത്തിനെതിരായ ഈ മഹായുദ്ധത്തിൽ അവർ മാത്രം പോരാ, നമ്മളെല്ലാവരും ഇതിന്റെ പടയാളികളാവണം. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രതിജ്ഞ പുതുക്കാം. എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന സർവ്വതല സ്പർശിയായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പങ്കുവഹിക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 24 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സിറ്റി പോലീസ് ASP ഹർദിക് മീണ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ KG ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.